ഡോക്ടർ അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ അടുത്തിടക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് വനിതാ സംവരണം കൊണ്ടുവന്നു, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണം, ഭരണത്തിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ശക്തമായിട്ട് വാദിക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ്സിലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഇനിയൊരു അങ്ങനെ വിചാരിക്കുക, അടുത്ത ഈ നിയമസഭാ ഇലക്ഷൻ്റെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ് ഭരണം പിടിച്ചാൽ ഈ നിലപാട് അവർ സ്വീകരിക്കുമോ? അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ശക്തരായ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ആൾക്കാർ മുസ്ലിം ലീഗാണ്. അപ്പോൾ ഈ വനിതകളെ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതിന് മുസ്ലിം ലീഗ് ഏത് തരത്തിലായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എതിർക്കുമോ അവർ വാസ്തവത്തിലുള്ള? അല്ല, ഇതിലൊരു രാഷ്ട്രീയമായിട്ടൊരു കാഴ്ചപ്പാടിൽ അത് നമുക്ക് പറയുകയാണെങ്കിൽ 1991 നമുക്കറിയാം 73 ഖണ്ഡ ഭേദഗതി പ്രകാരമാണ് 30% സംവരണ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തും. ഇപ്പം 30%. അല്ല, അന്ന് വരുന്നു 91 30% സംവരണം ഏർപ്പെടുത്തുമ്പോൾ അതിൽ പൊതു തിരഞ്ഞെടുപ്പിൽ സ്ത്രീകളോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പ്രാതിനിധ്യത്തിൽ ആ പ്രാതിനിധ്യം കണ്ടെത്താൻ കഴിയാതെ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു സംഘടന എന്ന് പറയുന്നത് മുസ്ലിം ലീഗായിരുന്നു. കാരണം മുസ്ലിം ലീഗ് ഉണ്ടായതിനു ശേഷം 50 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വനിതകളുടേതായിട്ടുള്ളൊരു അതിൻ്റെ ഒരു വിങ്ങ് പോലും ഉണ്ടാകുന്നത്. അപ്പോൾ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്നൊരു കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, മുഹമ്മദ് പറഞ്ഞതായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, അതായത് സുന്നയായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മുസ്ലിങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളെ തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിലാകില്ല എന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇസ്ലാമിക പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഈ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു വെക്കുന്നു. അത് സ്ത്രീകളെ പൂർണ്ണമായിട്ടും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മുഹമ്മദ് പറഞ്ഞായിട്ടുള്ള വചനങ്ങളെ തന്നെ, ഹദീസുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു കാഴ്ചപ്പാട് നിലനിർത്തുന്നത്. അപ്പോൾ ഹദീസുകളെ പിന്തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹദീസിൽ പറഞ്ഞിരിക്കുക എന്ന് പറയുന്നത്, അതായത് മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയാധികാരം, ആ രാഷ്ട്രീയാധികാരം സ്ത്രീകളെ ഏൽപ്പിച്ചാൽ അതിന് വലിയ ഗുണമുണ്ടാകില്ലെന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട് പറയുന്ന ഒരു ഹദീസുണ്ട്. ഇമാം ബുഖാരിയുടെ ഹദീസിൽ പറയുന്നുണ്ട്. ആ ഹദീസിനോട് ബന്ധപ്പെട്ടാണ് ഈ സുന്നി വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബലത്തിലാണ് അവരുടേതായിട്ടുള്ള ഒരു പുരുഷ കേന്ദ്രീകൃത അപ്രമാദിത്വം അവർ നേടിയെടുക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ 1991 ആ 30% സംവരണത്തോട് ബന്ധപ്പെട്ടാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായിട്ട് വരുന്ന ആ ഒരു സ്ത്രീ കടന്നു വരും, ജമീല എന്ന് പറയുന്നത്, അല്ലേ, ജമീല എന്ന് കടന്നു വരുന്നത്. അപ്പോൾ ജമീല എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അധ്യാപികയായിട്ടുള്ള അവർ പറയുന്നത് എന്താണ്, സംവരണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥാനത്തേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കപ്പെടും. പക്ഷേ മതത്തിനടിമപ്പെട്ട ഒരു സമൂഹമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കൊരിക്കലും രാഷ്ട്രീയ അധികാരത്തിലേക്ക് കടന്നു വരാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ സുന്നികളോട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ തീവ്രമായിട്ട് ഈ പറയുന്ന മുഹമ്മദിൻ്റെ ചര്യകളോട് ബന്ധപ്പെട്ടുള്ള ആശയങ്ങളോട് ബന്ധപ്പെട്ട് മാത്രമേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു കാഴ്ചപ്പാടെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, മുഹമ്മദ് മരിക്കുക എന്ന് പറയുന്ന 632 മുഹമ്മദ് മരിക്കുന്നത്. ഈ 632 മരിക്കുന്നതിന് തൊട്ട് 2 വർഷം മുമ്പ്, അതായത് 628 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഒരു ഹദീസിനോട് ബന്ധപ്പെട്ടിരുന്നൊരു വാക്യം അല്ലെങ്കിൽ ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നത്. അതായത് 628 എന്ന് പറയുന്നത് പേർഷ്യ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ ഒരു സാമ്രാജ്യം, അതായത് ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്ന ആ പേർഷ്യൻ സാമ്രാജ്യത്തെ, അതായത് റോമിനോട് ബന്ധപ്പെട്ട്, റോം എന്ന് പറയുന്ന കിഴക്കൻ റോമുണ്ട്, ബൈസാൻഡിയത്തോട് ബന്ധപ്പെട്ട് വരുന്ന റോമിൻ്റെ അധിപനായിട്ടുള്ള ഹെറാക്ലിയസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി തോൽപ്പിക്കുകയാണ്. അപ്പോൾ പേർഷ്യയുടെ ഭരണാധികാരിയായിട്ടുള്ള ഖുസ്രാവോ പാവ് എന്ന് പറയുന്ന ഒരാളാണ്. ആ ഖുസ്രാവോ പാവിനെ ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുത്തി അദ്ദേഹം മരിക്കുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോൾ ഖുസ്രാവോ പാവിൻ്റെ മക്കളാണ് പിന്നീട് അധികാരത്തിലേക്ക് വരേണ്ടത് സ്വാഭാവികമായിട്ടും. അപ്പോൾ 628 ഇത് സംഭവിക്കുന്നത്. അതായത് അറേബ്യയുടെ തൊട്ടടുത്ത പ്രദേശത്താണ് നടക്കുന്നത്. അപ്പോൾ ഖുസ്രോ പാവിനെ ആൺമക്കളല്ല, അതായത് പെൺകുട്ടികളാണ് അധികാരത്തിൽ വരുന്നതെന്നുള്ള കാര്യം മുഹമ്മദ് അറിയുമ്പോൾ മുഹമ്മദ് അപ്പോഴാണ് പറയുന്നത്, അതായത് പേർഷ്യ പോലുള്ള ഒരു സംസ്കാരത്തെ, വളരെ അത്യുന്നതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൗഢമായ ഒരു സാമ്രാജ്യമായിട്ട് നിലയുന്ന പേർഷ്യൻ സംസ്കാരത്തെ നയിക്കാൻ ഒരു സ്ത്രീയെ കൊണ്ടാകില്ലെന്ന് പറയുന്നത്. അതായത് രാഷ്ട്രീയമായ അധികാരം സ്ത്രീകളെ ഏൽപ്പിച്ചാൽ പേർഷ്യയിൽ അതൊരു മാറ്റവും ഉണ്ടാക്കില്ലെന്നാണ് മുഹമ്മദ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ 628 ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് മുഹമ്മദിൻ്റെ വാക്യങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അതല്ല. അതായത് 4ാമത്തെ ഖലീഫയായ അലിയുണ്ട്. 656 ഖലീഫയായിട്ട് അലി മാറുന്നത്. അപ്പോൾ അലി ഖലീഫയായിട്ട് മാറുമ്പോൾ അലിക്കുണ്ടാകുന്ന ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് പ്രവാചകൻ്റെ ഭാര്യയായിട്ടുള്ള അബൂബക്കറിൻ്റെ പുത്രിയായിട്ടുള്ള ആയിഷയിൽ നിന്നാണ്. അപ്പോൾ ഐഷ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന 42 വയസ്സുള്ള ഐഷ
മുഹമ്മദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോളുടെ ഭർത്താവായിട്ടുള്ള 4ാമത്തെ ഖലീഫയായിട്ടുള്ള അലിക്കെതിരെ യുദ്ധം നയിക്കുകയാണ്. ആ യുദ്ധം നയിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ഇസ്ലാം മത വിശ്വാസികൾ തന്നെയാണ് അതിൽ പങ്കെടുക്കുന്നത്. 15,000-ഓളം മുസ്ലിം വിശ്വാസികൾ, അതായത് രണ്ട് പക്ഷത്തുമുള്ള മുസ്ലിം വിശ്വാസികൾ 15,000-ഓളം മുസ്ലിങ്ങളാണ് അന്ന് കൊല ചെയ്യപ്പെടുന്നത്. 13,000-ഓളം വരുന്ന ആളുകൾ അത് ഐഷയോടൊപ്പം ഉണ്ടായിരുന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഒപ്പം ജീവിച്ചിട്ടുള്ള ആ ഒരു ആൾക്കാരായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധവേളയിൽ വെച്ചാണ് ഈ മുഹമ്മദിൻ്റെ സഹചര്യമായിട്ടുള്ള അബു ബക്ര എന്ന് പറയുന്ന ഒരു സഹാബി പറയുകയാണ്, അതായത് ഈ യുദ്ധത്തിൽ ഐഷ വിജയിച്ച് ഐഷയിലേക്ക് ഇസ്ലാമിൻ്റെ അധികാരം വരികയാണെങ്കിൽ അത് ഇസ്ലാമിക സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടാക്കില്ലെന്നാണ് അബൂബക്കർ അന്നവിടെ പറയുന്നത്. അതായത് 628 നടന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ 628 നടന്ന ഒരു കാര്യത്തോട് ബന്ധപ്പെട്ട് മുഹമ്മദ് പറഞ്ഞൊരു കാര്യത്തെ 656 ഈ അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ ഐഷയ്ക്കെതിരെ ഉപയോഗിക്കണം. അത് ഐഷ എന്ന് പറയുന്ന ഒരാൾ ഇസ്ലാമിക ലോകത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ രാഷ്ട്രീയ അധികാരം കയ്യേറാനോ അല്ലെങ്കിൽ അധികാരം കൈപിടിച്ച് അല്ലെങ്കിൽ അധികാരം ഉപയോഗിക്കാനോ പാടില്ലെന്നുള്ളൊരു താല്പര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഐഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെന്നും ഐഷയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്ത്രീപക്ഷമല്ല ഇസ്ലാമിക ലോകത്തെ ഭരിക്കേണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു വാദഗതിയാണ് ഇന്നും ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന സുന്നി പണ്ഡിതന്മാരും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഇന്നും ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വെക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, മുഹമ്മദ് അന്ന് പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് അറേബ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് ഇസ്ലാം മതത്തിനുമായി യാതൊരു ബന്ധമില്ലാതെ, അതായത് 628 എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ പേർഷ്യ എന്ന് പറയുന്ന ഇസ്ലാം മത സാമ്രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ആളുകളല്ല. അപ്പോൾ ആ ഒരു പ്രദേശത്ത് നടന്നൊരു കാര്യത്തോട് ബന്ധപ്പെട്ടാണ് മുഹമ്മദ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സമൂഹത്തിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അധികാരവാഴ്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അബൂബക്കർ പറഞ്ഞൊരു ആശയം ഇന്നും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയും, ഇത് ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമല്ല. നമുക്കറിയാം ബെനസീർ ഭൂട്ടോ എന്ന് പറയുന്നത്, അതായത് ഇസ്ലാമിക ലോകത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ത്രീ ഭരണാധികാരി എന്ന് പറയുന്നത് ബെനസീർ ഭൂട്ടോയാണ്. പാകിസ്ഥാനിൽ ബെനസീർ ഭൂട്ടോ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ഗാസിമാർ, അതായത് ലാഹോറിലെ ബാദ്ഷാഹി എന്ന് പറയുന്ന പള്ളിയുണ്ട്, ആ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാസിയാണ് മുഹമ്മദ് ഖാദിർ മൗലവി എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ബെനസീർ ഭൂട്ടോക്കെതിരെ ഫത്വ പുറപ്പെടുവിക്കുകയാണ്. അവർ പറയുന്നത് സ്ത്രീയായിട്ടുള്ള ബെനസീർ ഭൂട്ടോയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ കാഫറുകളായി മാറുകയും അവരെല്ലാം നരകത്തിൽ പതിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആശയത്തോട് ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു ആശയം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയമായ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ ഒരു ഒരു തുറുപ്പുചീട്ടാണ് മറ്റൊരു കാര്യത്തോട് ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞതായിട്ട് പറയുന്ന ഒരു കാര്യത്തെ കൂട്ടിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാഷ്ട്രീയാധികാരം, കോൺഗ്രസിനോട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയാധികാരം ഉണ്ടായാൽ തന്നെ മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ പ്രാതിനിധ്യം ഉണ്ടാകുമ്പോൾ ആ പ്രാതിനിധ്യത്തിൽ ഒരിടത്തും തന്നെ വനിതകളുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം വനിതകളെന്ന് പറയുന്ന അവരുടെ സ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ള അവരുടെ അധികാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധികാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണകൂടം നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമം നൽകുന്ന അവരുടെ അവകാശങ്ങൾ തന്നെയാണ്. മതം നൽകുന്ന അവരുടെ ബോധമല്ല ഈ പറയുന്ന ഇത്തരം അവകാശങ്ങൾ എന്ന് പറയുന്നത്. മതം ഒരിക്കലും സ്ത്രീകളെ രാഷ്ട്രീയമായ അധികാരം കയ്യേറാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അധികാരം നിയന്ത്രിക്കാനുള്ള ഒരു അവകാശം ഒരിക്കലും വെച്ച് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന സമുദായത്തിനുള്ളിൽ ഇത്തരം ചർച്ചകൾ വ്യാപകമായ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്.